പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ പരിചയപ്പെട്ടില്ലേ? അതോടൊപ്പം ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നവും പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള കുറച്ച് അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങളും അവ ഉപയോഗിച്ചുള്ള പദങ്ങളും വാക്യങ്ങളുമാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ടീച്ചർ ഒരു വട്ടം വായിച്ചു തരാം. ഈ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവുമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചില അക്ഷരങ്ങളോടൊപ്പം ഈ ചിഹ്നം ചേരുമ്പോൾ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം. ആദ്യമായി ക എന്ന അക്ഷരമാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. അതിൽ ക, കി, ച, ചി, ട, ടി, ത, തി, പ, പി, മ, മി, ര, രി, റ, റി, വ, വി, സ, സി. അടുത്തതായി ഇവ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കിളി, കിട്ടി, കിണർ, മഷി, പനി, കിണ്ടി, ചിതൽ, ജില്ല, സിനിമ, പണി, ഇടി, മണി, തിര, അരി, നരി. അടുത്തതായി വാക്യങ്ങളാണ് നോക്കുന്നത്. കടല ചിതറി, കമല വാരി, പനി മാറി, ലീന പാടി, താര മാല വാങ്ങി, താമര വാടി, രാമൻ വാതിൽ ചാരി. ഈ എന്ന ചിഹ്നം ഉപയോഗിച്ച് കുറച്ച് വാക്യങ്ങളും പദങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. കൂടുതൽ കൂട്ടുകാർ എഴുതുകയും പഠിക്കുകയും വേണം. അടുത്തതായിട്ട് ഈ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവുമാണ് പരിചയപ്പെടുന്നത്. മുകളിൽ കൊടുത്ത അക്ഷരങ്ങളോടൊപ്പം ഇവ എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. ഈ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും മക്കൾ കണ്ടല്ലോ. ഇനി ചില അക്ഷരങ്ങളോടൊപ്പം ഈ ചിഹ്നം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ക, കി, ച, ചി, ട, ടി, ത, തി, പ, പി, മ, മി, ര, രി, റ, റി, വ, വി, സ, സി. അടുത്തതായിട്ട് ഇവ ഉപയോഗിച്ചിട്ടുള്ള ചില പദങ്ങൾ പരിചയപ്പെടാം. കീരി, കീറി, കീശ, കീർത്തി, വീണ, ചീര, മീൻ, നീരാവി, തീവണ്ടി, രീതി, വീരൻ, നീരാളി. വീണ തീവണ്ടിയിൽ കയറി, കീർത്തി ചീര വാങ്ങി, മീൻ വാങ്ങി, കീശ കാലിയായി, മയിൽ പീലി വിടർത്തി. ഇന്ന് ഈ രണ്ടക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അടുത്തത് പുതിയ ഒരു പ്രവർത്തനമാണ്. മക്കളെല്ലാം ഈ ചിത്രം കണ്ടല്ലോ. ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? കുറേ കാഴ്ചകളുണ്ടല്ലേ. ഈ ചിത്രത്തെ ആസ്പദമാക്കി ഒരു കൊച്ചു കഥ എഴുതുകയാണ് വേണ്ടത്. എല്ലാവരും ഒരു A4 പേപ്പറിൽ ഒരു കഥ എഴുതുക. ചെറിയ ഒരു കഥ. കഥയുടെ പേര് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. കഥ എഴുതിയ ശേഷം എല്ലാവരും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും എഴുതിയ പേപ്പർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. മികച്ച കഥയ്ക്ക് സമ്മാനമുണ്ട്. എല്ലാവരും മടി കൂടാതെ എഴുതി ടീച്ചർക്ക് അയച്ചു തരണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.